ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സൂപ്പാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ മാഗിയുടെ ഒരു സൂപ്പാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, എന്നാലും എങ്കിൽ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു സൂപ്പ് തയ്യാറാക്കുന്നതെന്ന്. ഇപ്പോൾ കാലാവസ്ഥ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സൂപ്പ് തയ്യാറാക്കി കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാഗിയുടെ സൂപ്പാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ക്രീമിയാണ്. അല്ലാതെ മാഗിയുടെ സൂപ്പുണ്ട്, അത് കുറച്ച് ലൂസായിരിക്കും, ഇത് കുറച്ച് തിക്കായിരിക്കും. അതുകൊണ്ട് കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. നമ്മൾ ഇതുപോലെ ഒരു സോസ് പാനിലാണ് കേട്ടോ ഈ ഒരു സൂപ്പ് തയ്യാറാക്കുന്നത്. ചെയ്യേണ്ട രീതി ആ മാഗിയുടെ കവറിൻ്റെ പിറകിലായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് നോക്കി ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിലൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മൾക്കപ്പോൾ ഈ ഒരു സോസ് പാനിലോട്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിനാണ് 4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സൂപ്പ് തയ്യാറാക്കി കുടിച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമാണ്. അത് മാത്രമല്ല, എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സൂപ്പൊക്കെ തയ്യാറാക്കി കുടിച്ചാൽ നല്ലൊരു ആശ്വാസമായിരിക്കും. ഈ മാഗിയുടെ സൂപ്പ് നല്ലതാണ് കേട്ടോ, നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ കുടിക്കുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളം എന്താ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിനെ നല്ലതുപോലെ തന്നെ നിങ്ങൾ തിളപ്പിച്ചെടുക്കാം. ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതാ കുറച്ച് ചിക്കൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ പീസ് ഹാഫ് കുക്കഡ് ആണ് കേട്ടോ. ഇതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ വേവിക്കുന്ന വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല, അപ്പം ഇത് കളഞ്ഞിട്ടുണ്ട്. ഹാഫ് കുക്കഡ് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു ചിക്കൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ചിക്കൻ സൂപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ചിക്കൻ വേവിച്ച വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ സൂപ്പ് തയ്യാറാക്കൽ. ഇത് ഓൾറെഡി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ആ ചിക്കനും കൂടെ കിടന്ന് നല്ലതുപോലെ തന്നെ കുക്കാവട്ടെ. കാരണം ഹാഫ് കുക്കഡല്ലേ ആയിട്ടുള്ളൂ. ഇനി ഇതിൽ കൂടെ കിടന്ന് നല്ലതുപോലെ തന്നെ കുക്കായിട്ട് കിട്ടും. പാക്കറ്റിൽ വരുന്ന സൂപ്പ് ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്പൈസി അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് എരിവോട് കൂടി കുടിക്കുമ്പോഴാണല്ലോ സൂപ്പിൻ്റെ അതിൻ്റേതായ ഒരു ഫീൽ കിട്ടുക. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂപ്പിൻ്റെ ആ ഒരു പൊടി കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ പാക്കറ്റ് പൊട്ടിച്ച് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കുടിക്കുന്ന ടൈമിൽ. നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വെള്ളം കണക്ക് ഇരിക്കുകയല്ല, കുറച്ച് ക്രീമി ആയതുകൊണ്ട് കുടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പം ഞാനൊരു ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഇനി ഒരു ലോ ഫ്ലെയിം, അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം വറ്റത്തക്ക രീതിയിൽ നമ്മളാക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവേ. അപ്പോൾ ആ പാക്കറ്റ് എല്ലാം തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ തിള വരട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇടുന്ന ടൈമിൽ കുറച്ച് കട്ടയായിട്ട് കിടക്കുന്നതായിട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓൾറെഡി അങ്ങനെ വരുന്ന പാക്കറ്റാണല്ലോ, അതുകൊണ്ടാണ് ഇതുപോലെ കട്ട കെട്ടിയതായിട്ട് കിടക്കുന്നത്. കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അതെല്ലാം മാറിയിട്ട് നല്ല ക്രീമി ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്തിട്ടൊന്നും ടെൻഷനൊന്നും ആവണ്ട. നല്ല കറക്റ്റ് രൂപത്തിൽ തന്നെ കേട്ടോ കിട്ടുക. നല്ല തിളച്ച് വരുമ്പോൾ അതൊക്കെ അങ്ങ് മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ തിളച്ച് അങ്ങ് വറ്റട്ടെ. കുറച്ച് വറ്റി നല്ല ക്രീമി ആകുമ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇത് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓൾറെഡി ചിക്കൻ സൂപ്പാണ്, അതിൻ്റെ ഫ്ലേവറാണ്. പക്ഷേ ഞാൻ ചിക്കൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഓപ്ഷനിലാണ്. അപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വെള്ളത്തിൽ മാത്രമേ പൊടി ഇട്ടിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. 1 ഗ്ലാസ് വെള്ളം വറ്റത്തക്ക രീതിയിൽ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. സൂപ്പാകുമ്പോൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ കുടിക്കണം കേട്ടോ, എങ്കിലാണ് നല്ല ടേസ്റ്റ്, ആ ഒരു എരിവൊക്കെ കിട്ടുക. നമ്മുടെ തൊണ്ടയ്ക്ക് നല്ല സുഖമായിരിക്കും. സുഖമില്ലാതിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ പനിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സൂപ്പ് കുടിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ സൂപ്പ് തയ്യാറാക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.